യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ചയാണ്. ഇന്നലെ എല്ലാവരും ഈസ്റ്ററൊക്കെ നന്നായിട്ടൊക്കെ ആഘോഷിക്കാനും സന്തോഷത്തോടെ ആയിരിക്കാനൊക്കെ ഭാഗ്യവും ദൈവാനുഗ്രഹമൊക്കെ ലഭിച്ചു എന്ന് കരുതുന്നു. സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ദൈവവചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്. സന്തോഷമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ, സാക്ഷ്യങ്ങൾ പല മനുഷ്യരുടെ കൈകളിൽ നിന്നും നാവുകളിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് കാണാനും അറിയാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഈ നല്ല ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവവചനത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് ഏതാനും ചില ആളുകൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക്, ഒത്തിരി കുടുംബങ്ങൾക്ക് അത് ആശ്വാസമായും നന്മയായും അനുഗ്രഹമായിട്ടും മാറി വരും. ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് നന്മ വരും, ഐശ്വര്യം വരും, ദൈവാനുഗ്രഹം ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളൊക്കെ നടച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലായി മാറണമേ. ഇന്ന് കേൾക്കുന്ന വചനം എൻ്റെ സൗഖ്യത്തിന് കാരണമാകണമേ. ഇന്ന് കേൾക്കുന്ന വചനം ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു വഴിയും വാതിലും തുറക്കാൻ കാരണമാകണമേ. എല്ലാ മാതാപിതാക്കൾ, യുവതീ-യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ അധ്വാനം, യാത്ര, പ്രവർത്തനങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണമുള്ളതും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതുമായി തീരട്ടെ. ആമേൻ. പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം കേൾക്കാം. സങ്കീർത്തനം 107 അധ്യായം 2 വാക്യം ഒന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. സങ്കീർത്തനം 107 2 വാക്യം. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ എങ്ങനെയൊക്കെ പറയാൻ ഇടവരും. ആ വാക്യം പറയുന്നത് കേൾക്കുക. ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവർ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കട്ടെ. ദൈവവചനം കേൾക്കുന്നവർ, ആ വചനം വിശ്വസിക്കുന്നവർ ഇങ്ങനെ പറയാൻ ഇടവരട്ടെ. അവർ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, സാക്ഷ്യങ്ങൾ പറയാൻ ഇടവരും. ഞാൻ ആ വാക്യം 3 വാക്യമല്ല വായിക്കുന്നത്. സങ്കീർത്തനം 107 2 വാക്യം ഇങ്ങനെ പറയാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞിട്ട് 37 വാക്യം അവർ പറഞ്ഞൊരു വാക്യമുണ്ട്. അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വച്ചു പിടിപ്പിക്കുകയും സമൃദ്ധമായ വിളവ് നേടുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, അവരുടെ അധ്വാനം അവർക്ക് അനുഗ്രഹമാവും. ഇങ്ങനെ അവർ പറയും, ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഞങ്ങൾ വയലുകളിൽ കൃഷി ചെയ്തു, മുന്തിരിത്തോട്ടമൊക്കെ നട്ടുപിടിപ്പിച്ചു, മുഴുവൻ പുഴു തിന്നുപോയി, കേടുപറ്റിപ്പോയി, ഭയങ്കര നഷ്ടമായിരുന്നു, പൈസയെല്ലാം പോയി, ഇപ്പോൾ കടവാ, ജപ്തിയുടെ മുമ്പിലാ എന്ന് പറയുന്നു എന്നല്ല. ദൈവവചനം കേൾക്കുന്നവർ രക്ഷിക്കപ്പെടും. രക്ഷപ്പെട്ടവർ എന്നാ പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ വയലുകളിൽ വിതച്ചു, മുന്തിരിത്തോട്ടം വച്ച് പിടിപ്പിച്ചു, നഷ്ടവാന്നല്ല പറഞ്ഞ്, സമൃദ്ധമായ വിളവ് നേടുകയും ചെയ്തു എന്ന്. നിങ്ങളും നിങ്ങളുടെ അധ്വാന ഫലം സമൃദ്ധമായിട്ട് അനുഭവിക്കാൻ ഇടവരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സമൃദ്ധിയായ വിളവ്. അധ്വാനത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടം അത് ദൈവാനുഗ്രഹമാണ്. നിങ്ങൾ എന്തു ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. അധ്വാനിച്ചതൊക്കെ വെറുതെയായി, എല്ലാം നഷ്ടമായിരുന്നു പറയാനിടവരിയേല.
നിങ്ങളുടെ അധ്വാനത്തിൻ്റെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പുതിയ വഴികൾ ദൈവം തുറക്കട്ടെ. ഇനി തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് 38-ാമത്തെ വാക്യം, അവിടുത്തെ അനുഗ്രഹം കൊണ്ട്, അവിടുത്തെ അനുഗ്രഹം കൊണ്ട്. ദൈവവചനം കേൾക്കുന്നവർ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടും. ആ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി. എണ്ണം കുറഞ്ഞു എന്നാണോ? എണ്ണത്തിൽ പുറകോട്ട് പോയി എന്നല്ല, എണ്ണം പെരുകി, വർദ്ധിച്ചു. അവിടുന്ന് അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ, താഴോട്ട് പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ അനുഗ്രഹം ഒന്നും കുറഞ്ഞു പോവില്ല. നിങ്ങളുടെ ജീവിതം പിറകോട്ടാവില്ല. നിങ്ങളുടെ തലമുറ പുറകോട്ട് പോകില്ല. ഒന്നിലും കുറഞ്ഞു പോകില്ല. കുറഞ്ഞു പോകാൻ, പുറകോട്ട് പോകാൻ, നശിച്ചു പോകാൻ, തകർന്നു പോകാൻ, പരാജയപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഈ വചനം ആത്മാവിൽ വിശ്വാസത്തിലേറ്റെടുത്ത് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരും. ആ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ വരും. കുറഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. കുറഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ആരാ ഇത് പറഞ്ഞത്? ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയാനിടവരും. ദൈവവചനം കേൾക്കുന്ന നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാൻ ഇടവരും. ഞങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും നിയോഗ പ്രാർത്ഥനയിലൂടെയൊക്കെ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വഴക്കുകൾ മാറിപ്പോകണമേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കണമേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ ആരോഗ്യവും ആയുസ്സും അനുഗ്രഹമാകണമേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അവർ വിദ്യാഭ്യാസത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും അനുഗ്രഹിക്കപ്പെടാനിടവരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദുർമരണങ്ങൾ മാറിപ്പോകാനിടവരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, വെല്ലുവിളികൾ, പട്ടിണി, ദാരിദ്ര്യം മാറിപ്പോകാനിടവരണമേ. ഇതൊക്കെ സംഭവിക്കും. കാരണം എന്തിനെങ്ങനെ പ്രാർത്ഥിച്ചത്? ദൈവവചനം പ്രാർത്ഥിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെ പറയാനിടവരും. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു, ഞങ്ങളുടെ ജീവിതത്തെ ദൈവം സഹായിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ചയെ നോമ്പ് കാലത്തൊക്കെ പല സ്ഥലങ്ങളിലും ധ്യാനത്തിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകളെ കണ്ടു, വ്യക്തിപരമായി കണ്ടു. ഒരുപാട് പേർക്ക് പറയാൻ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കണ്ടക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട സോളമൻ അച്ഛൻ്റെ ആ കണ്ടക്കടവ് ഇടവക പള്ളിയിൽ ധ്യാനമായിരുന്നു. അവിടെയുള്ള ഒരു കടൽ തീരമാണ്. അവിടെ ധ്യാനത്തിന് പോയപ്പോൾ ലഭിച്ച ദൈവാനുഗ്രഹം ലഭിച്ച എത്ര പേരുടെ സാക്ഷ്യങ്ങളാണെന്നറിയാമോ? അവിടെ കടൽ തീരത്തുകൂടെ നടന്നു പോയപ്പോൾ ആളുകൾ പറഞ്ഞു, ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ ഒത്തിരി പേർ കടലിൽ ജോലി ചെയ്യുന്നവരാണ്, മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ എല്ലാ വള്ളങ്ങളിലും 5:30 അച്ഛൻ്റെ പ്രാർത്ഥന വയ്ക്കാറുണ്ട്, വചനം വയ്ക്കാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 വർഷം മുമ്പ് ആ സ്ഥലത്ത് ഇതുപോലെ ധ്യാനത്തിന് പോയപ്പോൾ നിയോഗത്തിൽ അവർ പ്രാർത്ഥിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളൊരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചു, ദാരിദ്ര്യം ഉണ്ടാകരുത്, സമൃദ്ധി നൽകണമേ എന്ന് അവർ പറഞ്ഞൊരു സാക്ഷ്യമാണ്. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്: ഞങ്ങളുടെ വള്ളം കെട്ടിയിടേണ്ടി വന്നിട്ടില്ല, ധാരാളം മത്സ്യങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് കടലിലുള്ളവർ പോലും, അങ്ങപ്പുറത്തുള്ളവർ പോലും ഇപ്പോൾ ഇവിടെ വന്ന് മത്സ്യബന്ധനം നടത്താറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷത്തെ കാര്യമല്ല, 2 വർഷം മുമ്പ് പ്രാർത്ഥിച്ച കാര്യം. ആ അനുഗ്രഹം, ആ പ്രാർത്ഥനയിൽ വചനത്തിൽ കിട്ടിയ അനുഗ്രഹം അവരുടെ അധ്വാനത്തിലുണ്ട്, അവരുടെ പ്രവർത്തനത്തിലുണ്ട്. മത്സ്യബന്ധനത്തിലേർപ്പെടുന്ന, കടലിൽ ജോലിക്ക് പോകുന്നവരെ ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ വചനം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അവർ കേൾക്കട്ടെ,
പ്രാർത്ഥിക്കുവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുക. ദൈവമേ അനുഗ്രഹിക്കണമേ. ഈ വചനമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷയുടെ ഒരു വലിയ ലക്ഷ്യം നിങ്ങളോട് പറയട്ടെ. ആളെ കൂട്ടലല്ല. നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഈ വചനത്തിൻ്റെ ലക്ഷ്യം ആളെ കൂട്ടുക മാത്രമല്ല, ആഴം കൂട്ടലാണ്. ആഴം കൂട്ടണം. ആളെ കൂട്ടുക എന്നുള്ളതല്ല മെയിൻ ലക്ഷ്യം. ആഴം കൂട്ടണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കണം, പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കണം, കൂട്ടായ്മയുടെ ആഴം വർദ്ധിക്കണം, മാനസാന്തരത്തിൻ്റെ ആഴം വർദ്ധിക്കണം, പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കണം. നിങ്ങൾ ഈ ആലയത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു നിയോഗത്തോടെ വരിക. പ്രാർത്ഥിക്കുമ്പോൾ വരിക. പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരാനിടയായാൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ ഒരു തീർത്ഥാടനമായി വരാൻ എനിക്കിട വരണമേ. അനുഗ്രഹിയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ ആ 2 കരങ്ങളുടെയും ഉള്ളിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതുപോലെ ആ സ്ഥലത്ത് ആ കരങ്ങൾ വിരിച്ചു പിടിച്ച യേശുവിൻ്റെ ആ കരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇന്ന് വചനം ലോകത്തിൻ്റെ അറ്റത്തോളം പറയാൻ മൈക്ക് വേണ്ട, സ്റ്റേജ് വേണ്ട, ബോക്സ് വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈല്, ആ വചനം, ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും വചനം കൊടുക്കാൻ നമുക്കൊരു സ്റ്റേജും വേണ്ട, മൈക്കും വേണ്ട, പാട്ടുകാരനും വേണ്ട, 1,00,000 രൂപയും വേണ്ട, 10,000 രൂപയും വേണ്ട. ആ മൊബൈൽ നമ്മൾ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ ആ മൊബൈലിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ, കുടുംബക്കാർ, പള്ളിയിലുള്ളവർ, സുഹൃത്തുക്കൾ, എവിടെയുള്ളവർക്കും നമ്മുടെ ഫോൺ തന്നെ അനേകർക്ക് വചനം കൊടുക്കുന്ന സ്റ്റേജായി മാറും. അനേകർക്ക് വചനം കൊടുക്കാനുള്ളൊരു സ്റ്റേജായി നമ്മുടെ ഫോൺ മാറും. അതിലൂടെ നമ്മുടെ മൊബൈൽ പോലും, ആ വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഒത്തിരി പേരുടെ ആശ്വാസത്തിനും അനുഗ്രഹത്തിനും സുവിശേഷ വേലയ്ക്കും അത് കാരണമാവും. അതിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. പ്രാർത്ഥിക്കാം. നല്ലൊരു ആശീർവാദത്തോടെ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഉയർപ്പ് തിരുനാളിൻ്റെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഈ തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതി, വഞ്ചന, നിരാശ എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഞങ്ങൾക്ക് തരണമേ. സമാധാനവും സന്തോഷവും തരണമേ. വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വഴക്കുകൾ മാറിപ്പോകട്ടെ. വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. വചനം കേൾക്കുന്ന വ്യക്തികളിൽ നിന്ന് തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. വചനം കേൾക്കുന്ന വ്യക്തികളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ ദാരിദ്ര്യം വിട്ടുമാറട്ടെ. അവർക്ക് നല്ല ഭവനങ്ങളുണ്ടാകട്ടെ, നല്ല സൗകര്യങ്ങളുണ്ടാകട്ടെ. ദൈവാനുഗ്രഹം കുറഞ്ഞു പോകരുത്, അത് വർദ്ധിച്ചു വരട്ടെ. യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് ഈ വചനത്തിലൂടെ നിങ്ങളെ ഓർത്ത് സ്നേഹത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനമൊക്കെ ഒത്തിരി പ്രയോജനമാണ്, ഒത്തിരി അനുഗ്രഹമാണ്. സാധ്യമായ എല്ലാവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രചോദനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ പോലും ഒരു സ്റ്റേജാണ്, സുവിശേഷം കൊടുക്കാനുള്ള ഒരു സ്റ്റേജാണ്. അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കടാക്ഷവും കൂടുതലായി കിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 മറക്കാതെ, 5:30 തന്നെ അതൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹമാണ്. 5:30 തന്നെ മടി കൂടാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, നമുക്ക് ഒരുമിച്ചായിരിക്കാം. നാളെയും കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം, ഉദ്ധിതനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.